ഹലോ ഗൈസ്, സ്മാർട്ട് കിഡ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ലൈബ്രറി കൗൺസിൽ ക്വിസ് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. LP, UP, ഹൈസ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അന്തമില്ലാത്തതുള്ള ഒരാഴത്തിലേക്ക് ഇതാ ഹന്ത, താഴുന്നു താഴുന്നു കഷ്ടം. ഈ വരികൾ അറം പറ്റിയ കവി കുമാരനാശാൻ. രണ്ടാമത്തെ ചോദ്യം, കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം. നദോന്നതയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. നാലാമത്തെ ചോദ്യം, നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ്. ബെന്യാമിനാണ് നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ്. അഞ്ചാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരാണ്? അമിതാവ് ഘോഷാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ ഇംഗ്ലീഷ് സാഹിത്യകാരൻ. ആറാമത്തെ ചോദ്യം, ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്നാരംഭിക്കുന്ന പ്രാർത്ഥന രചിച്ചതാര്? പന്തളം കേരളവർമ്മയാണ് ഈ പ്രാർത്ഥന രചിച്ചത്. ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത. ബാലാമണിയമ്മയ്ക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ആദ്യമായി ലഭിച്ചത്. എട്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത്. രാമചന്ദ്രവിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം. ഒമ്പതാമത്തെ ചോദ്യം, മനസാസ്മരാമി ആരുടെ ആത്മകഥ? പ്രൊഫസർ S. ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് മനസാസ്മരാമി. പത്താമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഹാൻ കാങ് ഏതു രാജ്യക്കാരിയാണ്? ഇത് അവസാനത്തെ ചോദ്യമാണ്. ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാൻ കാങ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ന്യൂ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഇൻട്രസ്റ്റ് ഫാക്റ്റായിട്ട് വരുന്നവരെ ഞങ്ങൾ പോവുകയാണ്.